നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ വൻ പ്രളയ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി വിദഗ്ധർ രംഗത്തെത്തി. ഇന്ത്യയുടെ അതിർത്തിക്കടുത്ത് ചൈന നിർമ്മിക്കുന്ന ഭീമൻ ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ച് ഗുരുതര ആശങ്കയാണ് ഇപ്പോൾ വിദഗ്ധർ പങ്കുവച്ചിരിക്കുന്നത്. മഴയില്ലെങ്കിലും ഇരച്ചെത്തിയ പ്രളയജലം നേപ്പാൾ എന്ന നഗരത്തെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാക്കിയിരിക്കുകയാണ്. അനവധി ആളുകളുടെ ജീവൻ നഷ്ടമാവുകയും നിരവധി ആളുകളെ കാണാതാവുകയും ചെയ്ത ഈ ഒരു പെട്ടെന്നുണ്ടായ ഈ വലിയൊരു ദുരന്തം ഏവരെയും നടുക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് ഇത്തരത്തിലൊരു സമാനമായ സാഹചര്യം ഉണ്ടാകാൻ പോകുന്നോ എന്നുള്ള പ്രവചനങ്ങളാണ് എത്തിക്കഴിയുന്നത്. ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പ്രദേശത്താണ് ചൈന 60,000 മെഗാവാൾട്ട് ശേഷിയുള്ള മെഡോഗ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. ഈ പദ്ധതി വലിയ പാരിസ്ഥിതികവും ഭൗമശാസ്ത്രപരവുമായ ദുരന്ത സാധ്യത സൃഷ്ടിക്കാമെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേപ്പാളിൽ സംഭവിച്ചത് ഹിമാലയത്തിലെ ഹിമപാതവും മഞ്ഞുമലയുടെ തകർച്ചയും മൂലമുണ്ടായ ദുരന്തത്തെ തുടർന്ന് നേപ്പാളിലും ടിബറ്റിലും വൻ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പ്രദേശത്ത് മഴയോ മറ്റ് കാലാവസ്ഥ മുന്നറിയിപ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായി കുത്തിയൊലിച്ചെത്തിയ വെള്ളം നേപ്പാളിലെ 3 ജില്ലകളിൽ വ്യാപക നാശനഷ്ടത്തിനാണ് കാരണമായത്. 150ഓളം മരണമാണ് 24 മണിക്കൂറിനിൽ സ്ഥിരീകരിച്ചത്. ഏകദേശം 400ഓളം പേരെയാണ് കാണാതായത്. ഇവരിൽ 130ഓളം ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്. മലമുകളിൽ നിന്ന് മഞ്ഞു പാറക്കൂട്ടങ്ങളും ഇടിഞ്ഞു വീണ് നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയെ തുടർന്ന് വലിയ തോതിൽ വെള്ളവും ചെളിയും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു. നിരവധി വീടുകൾ, റോഡുകൾ, പാലങ്ങൾ, വൈദ്യുത പദ്ധതികൾ എന്നിവയാണ് സംഭവത്തിൽ നാമാവിശേഷമായത്. തുടക്കത്തിൽ ഭൂകമ്പമാണ് ദുരിതത്തിന് കാരണമെന്ന് സംശയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഹിമാലയുമായി ബന്ധപ്പെട്ട തകർച്ചയാണ് പ്രധാന കാരണമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയായിരുന്നു. ചൈന നിർമ്മിക്കുന്ന അണക്കെട്ട് എന്താണെന്ന് നോക്കാം. ചൈന ടിബറ്റിലെ യാർലുങ് സാങ്പോ നദിയിലാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടായ മെഡോഗ് നിർമ്മിക്കുന്നത്. ഇതേ നദി ഇന്ത്യയിലെത്തുമ്പോൾ ബ്രഹ്മപുത്രയായി മാറുന്നു. അരുണാചൽ പ്രദേശിന്റെ അതിർത്തിക്ക് സമീപമുള്ള ഈ മെഡോഗ് മേഖലയിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. 2033 അണക്കെട്ട് പ്രവർത്തനക്ഷമമാകാനാണ് ചൈന ലക്ഷ്യമിടുന്നത്. $137 ബില്യൺ ചെലവിലാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ പ്രതിവർഷം 300 മില്യൺ കിലോവാൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിലൂടെ 30 കോടി ജനങ്ങൾക്ക് വൈദ്യുതി നൽകാൻ കഴിയുമെന്നാണ് ചൈനയുടെ അവകാശവാദം. അതേസമയം ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റൻ പീഠഭൂമി തുടർച്ചയായി ഭൂകമ്പ അനുഭവപ്പെടുന്ന പ്രദേശമാണ്. അണക്കെട്ട് നിർമ്മിക്കുന്ന മെഡോഗ് ഭൂകമ്പ സാധ്യതയേറിയ പ്രദേശവുമാണ്. ഇത്രയും വലിയ ജലവൈദ്യുത പദ്ധതി ഇവിടെ സ്ഥാപിക്കുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ശക്തമായ ഭൂകമ്പം, മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഹിമപാതം ഉണ്ടായാൽ അണക്കെട്ടിനും സമീപ പ്രദേശങ്ങൾക്കും ഗുരുതര ഭീഷണി ഉണ്ടാകണമെന്നാണ് വിദഗ്ധർ പങ്കുവയ്ക്കുന്ന ആശങ്ക. എന്നാൽ പദ്ധതിയിലൂടെ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. നേപ്പാൾ ഇന്ത്യക്കൊരു മുന്നറിയിപ്പാണോ എന്ന ചോദ്യം ഉയരുന്നു. നേപ്പാളിൽ ഉണ്ടായ ദുരന്തം ഇന്ത്യക്കും ഒരു മുന്നറിയിപ്പ് തന്നെയാണ്, അതും വിലയേറപ്പെട്ട മുന്നറിയിപ്പ്. ഇടയ്ക്കിടെ ഭൂകമ്പം ഉണ്ടാകുന്ന ഹിമാലയൻ മേഖലയിലെ ഭീമൻ അണക്കെട്ടുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്കും ബംഗ്ലാദേശിലേക്കും ആകൃതിയിൽ വളഞ്ഞൊഴുകുന്ന ഹിമാലയൻ പ്രദേശത്തെ മലയിടുക്കിലാണ് ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയെയും പരിസര പ്രദേശങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇത് ചൈനയുടെ തന്ത്രമായും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയ പഠനവും നിരീക്ഷണവും ആവശ്യമാണെന്ന് ഇന്ത്യയുടെ പക്ഷവുമുണ്ട്. 2017 ഈ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശത്ത് അണക്കെട്ട് നിർമ്മിക്കുകയും കോടിക്കണക്കിന് ലിറ്റർ ജലം സംഭരിക്കുകയും ചെയ്യുമ്പോൾ അത് ഭൂമിക്ക് അമിത സമ്മർദ്ദം നൽകുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് വൻ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉയർത്തുമെന്നതിനാൽ ഇന്ത്യക്ക് മേൽ ഇത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ചൈനീസ് സർക്കാരിന് കീഴിലുള്ള ചൈന ജിയോളജിക്കൽ സർവേയുടെ മേൽനോട്ടത്തിൽ നടന്ന പഠനം ഇന്ത്യക്ക് ആശങ്ക നൽകുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നൽകുന്നത്. പുതുതായി നിർമ്മിക്കുന്ന ഡാമിന്റെ റിസർവോയർ ഈ പ്രദേശത്തിന് തൊട്ടു താഴെ ഈ പെഷെയിൻ ഫോൾട്ട് എന്ന സജീവമായ ഭ്രംശരേഖ കടന്നു പോകുന്നുവെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഏകദേശം 9,500 വർഷങ്ങൾക്ക് മുൻപ് ഈ മേഖലയിൽ വലിയ ഭൂചലനങ്ങൾ ഉണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട്. ഭൗമശാസ്ത്രപരമായി 9,500 വർഷം
വർഷം എന്നത് ചുരുങ്ങിയ കാലയളവാണ്. പ്രധാന ഭീഷണികളും ആശങ്കകളും ജലലഭ്യത കുറവ്, വരൾച്ചയുള്ള മാസങ്ങളിൽ ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കുമുള്ള ജലപ്രവാഹം 85% വരെ കുറയാൻ ചൈന നിർമ്മിക്കുന്ന അണക്കെട്ട് കാരണമായേക്കും. രാഷ്ട്രീയ ആയുധം നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കാനുള്ള അധികാരം ചൈനയ്ക്ക് ലഭിക്കുന്നത് ഇന്ത്യക്കുമേൽ തന്ത്രപരമായി സമ്മർദ്ദം ചെലുത്താൻ വഴിയൊരുക്കും. വെള്ളപ്പൊക്ക ഭീഷണി: അണക്കെട്ടിൽ പെട്ടെന്ന് വലിയ അളവിൽ വെള്ളം തുറന്നുവിട്ടാൽ അരുണാചൽ പ്രദേശിലും ആസാമിലെയും വലിയ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടാകും. ഭൂകമ്പ സാധ്യത: സജീവമായ ഭൂകമ്പ മേഖലയിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തുമാണ് ഈ ഭീമൻ പദ്ധതി വരുന്നത്. ഇത് മേഖലയിൽ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്. അതേസമയം 53 മലയാളികളാണ് ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് മാധവൻ അറിയിച്ചത്. എന്നാൽ ദുരന്ത മേഖലയിൽ അകപ്പെട്ട ഈ മലയാളികൾക്കെല്ലാം നിലവിൽ സുരക്ഷിതരാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുരന്തബാധിത പ്രദേശങ്ങളിൽ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനങ്ങളും വൈദ്യുത ബന്ധങ്ങളും പൂർണ്ണമായി തകരാറിലായതിനാൽ കുടുങ്ങിക്കിടക്കുന്നവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ സർക്കാരിന് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. നാട്ടിലുള്ള ഇവരുടെ ബന്ധുക്കൾ നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട് കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, കുടുങ്ങിക്കിടക്കുന്ന 53 മലയാളികളുടെയും കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് നോർക്കയും കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ ഇവരെ എത്രയും വേഗം കണ്ടെത്തി കൂടുതൽ സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറ്റുന്നതിനുള്ള അടിയന്തര നടപടികൾ അധികൃതർ ഏകോപിപ്പിച്ച് വരികയാണ്. അതേസമയം പ്രളയത്തിൽപ്പെട്ട് കാണാതായവരിൽ 300-ലധികം ഇന്ത്യക്കാരും ഉൾപ്പെടുന്നതായി നേപ്പാൾ വിദേശകാര്യ മന്ത്രി ഷിജർ ഖാൻ സ്ഥിരീകരിച്ചു. ആയിരക്കണക്കിന് പ്രാദേശികവാസികളുടെയും വിദേശ സഞ്ചാരികളുടെയും വിവരങ്ങൾ ഇനിയും ലഭ്യമാകാനുണ്ട്. രസുവ, ധേഡിംഗ് ഉൾപ്പെടെയുള്ള 3 ജില്ലകളിലാണ് പ്രളയം കനത്ത നാശനഷ്ടം വിതച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുരിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രഹരമേറ്റ റസുവ മേഖലയിൽ മാത്രം 1000-ലധികം ആളുകളെ കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ഇല്ലെന്നാണ് പ്രാഥമിക വിവരം ലഭിക്കുന്നത്. മേഖലയിലെ റോഡുകളും പാലങ്ങളും പ്രളയത്തിലും മണ്ണിടിച്ചിലും ഒലിച്ചുപോയത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഹിമപാതത്തെ തുടർന്ന് ഭോട്ടോ, ഘോഷി, ത്രിശൂലി നദികളിലുണ്ടായ അപ്രതീക്ഷിത കുത്തൊഴുക്കാണ് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായത്. കൈലാസ് മാനസരോവർ യാത്രയ്ക്കായി പോയ നൂറുകണക്കിന് ഇന്ത്യൻ തീർത്ഥാടകരും വിവിധ വിനോദസഞ്ചാര സംഘങ്ങളും പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. കരമാർഗമുള്ള ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടതോടുകൂടി രക്ഷാപ്രവർത്തനം തീർത്തും ദുഷ്കരമായും മാറിയിട്ടുണ്ട്. നേപ്പാൾ സൈന്യത്തിന്റെയും ഈ ആംഡ് പോലീസ് ഫോഴ്സിന്റെയും ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് വ്യോമമാർഗത്തിലുള്ള തിരച്ചിലും ആളുകളെ ഒഴിപ്പിക്കലുമാണ് നിലവിൽ പ്രധാനമായും നടക്കുന്നത്. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികൾക്കും അവരുടെ നാട്ടിലുള്ള ബന്ധുക്കൾക്കുമായി കേരള സർക്കാരും നോർക്കയും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 1070 എന്ന ടോൾ ഫ്രീ നമ്പറിലും 9447111844 എന്ന നമ്പറിലോ 9747132147 എന്നീ നമ്പറുകളിലും അടിയന്തര വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്നതാണ്. ഇതിനു പുറമെ നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ 1800539539 എന്ന ടോൾ ഫ്രീ നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.